നമസ്കാരം. പ്രധാന വാർത്തകൾ. നവോത്ഥാന മൂല്യം സംരക്ഷിക്കണമെന്ന പ്രഖ്യാപനവുമായി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്ന വനിതാ മതിൽ സാംസ്കാരിക കേരളത്തിന്റെ പെൺകരുത്ത് വിളിച്ചോതുന്നതായി. ജില്ലയിൽ വനിതാ മതിൽ അണിനിരുന്നത് 73 കിലോമീറ്റർ. പുതുവത്സരത്തിലും പ്രളയത്തിന്റെ ഇരകളായി ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത് നിരവധി കുടുംബങ്ങൾ. പ്രഖ്യാപിച്ച സഹായധനം കിട്ടാതെ ദുരിതബാധിതർ. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ എംഎൽഎ സൈമൺ ബ്രിട്ടോയ്ക്ക് സാംസ്കാരിക നഗരിയുടെ അന്ത്യാഞ്ജലി. ഭൗതിക ശരീരം ബുധനാഴ്ച എറണാകുളത്ത് പൊതുദർശനത്തിന് വയ്ക്കും. പുതുവർഷാഘോഷത്തിനിടെ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട അക്രമങ്ങൾ. പറപ്പൂർ ആലത്തൂരിൽ ഇരുവിഭാഗം തമ്മിലുണ്ടായ സംഘർഷത്തിൽ 3 പേർക്ക് പരിക്ക്. കൊടുങ്ങല്ലൂരിൽ സ്കൂളിന് നേരെ ആക്രമണം. ചൊവ്വൂരിൽ മരക്കമ്പനിയിൽ വൻ തീപിടുത്തം. മര ഉരുപ്പടികളും യന്ത്രങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചു. 10 ലക്ഷം രൂപയുടെ നഷ്ടം. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്ന ആഹ്വാനവുമായി പുതുവത്സരത്തിൽ സർക്കാർ സംഘടിപ്പിച്ച വനിതാ മതിൽ സാംസ്കാരിക കേരളത്തിന്റെ പെൺകരുത്ത് വിളിച്ചോതുന്നതായി. കേരളത്തെ ഭ്രാന്താലയമാക്കാനുള്ള ശ്രമങ്ങളെ ചെറുക്കുമെന്ന മുദ്രാവാക്യവുമായി നാം ഇവിടെ അണിചേരുകയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് വനിതാ മതിൽ ഒരുക്കിയത്. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാമുദായിക സംഘടനകളെ അണിനിരത്തിയ വനിതാ മതിൽ സംസ്ഥാനത്ത് 620 കിലോമീറ്റർ നീണ്ടു. ജില്ലയുടെ വടക്കേ അതിർത്തിയായ ചെറുതുരുത്തിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസും തെക്കേ അതിർത്തിയായ പൊങ്ങത്ത് ഗീതാഗോപി എംഎൽഎയും ഇരുതലകളിലെ കണ്ണികളായി. വിദ്യാർത്ഥിനികൾ മുതൽ പ്രായമായവരെ വരെ അണിനിരത്തി നടന്ന മതിലിൽ കുടുംബശ്രീ, തൊഴിലുറപ്പ്, ആശാ വർക്കേഴ്സ്, അംഗൻവാടി, വിവിധ സംഘടനാ പ്രതിനിധികൾ, സർക്കാർ ഇതര ജീവനക്കാർ, അധ്യാപികമാരുമെല്ലാം അണിചേർന്നു. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി ഉച്ച മുതൽക്കേ വനിതകൾ നഗരത്തിലേക്കും മതിൽ അണിനിരക്കുന്ന പ്രാന്തപ്രദേശങ്ങളിലേക്കും എത്തിച്ചേർന്നിരുന്നു. കൈക്കുഞ്ഞുങ്ങളുമായി എത്തിയവരും പ്രായാധിക്യത്തിന്റെ അവശതകൾ മറന്നുപോലും നിരവധി പേരാണ് മതിലിൽ അണിനിരുന്നത്. അണമുറിയാതെ ഗ്രാമ നഗരവീഥികളിൽ അണിനിരന്ന വനിതകൾക്ക് ഐക്യദാർഢ്യവുമായി സാഹിത്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും രംഗത്തെത്തിയിരുന്നു. നവോത്ഥാന സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിയതോടെയാണ് വനിതാ മതിലിന്റെ പര്യവസാനമായത്. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന പൊതുസമ്മേളനം മുൻ മേയർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മേയർ അജിത വിജയൻ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. പുതുവർഷ ദിനത്തിൽ നാം ഒത്തുചേരുകയാണ്. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള മതിലിനായി, സ്ത്രീ പുരുഷ തുല്യത എന്ന ഭരണഘടനാ കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുവാനായി കേരളത്തെ പ്രാന്താലയമാക്കുവാനുള്ള ശ്രമങ്ങളെ ചെറുക്കുമെന്ന മുദ്രാവാക്യവുമായി നാം ഇവിടെ അണിചേരുകയാണ്. കേരള സംഗീത നാടക അക്കാദമി ചെയർപേഴ്സണും ചലച്ചിത്ര നടിയുമായ KPSC ലളിത, ജില്ലാ കളക്ടർ TV അനുപമ, അധ്യാപികയും സാഹിത്യകാരിയുമായ ദീപ നിശാന്ത്, ജീവകാരുണ്യ പ്രവർത്തക ഷീബ അമീർ, ചലച്ചിത്ര നടി കൃപ തുടങ്ങിയ നിരവധി പ്രമുഖരും മതിലിൽ അണിനിരന്നു. വനിതാ മതിലിനോടനുബന്ധിച്ച് വിവിധ പ്രദേശങ്ങളിൽ ഗതാഗത നിയന്ത്രണവും പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു. TCV തൃശൂർ. ജില്ലയിൽ 73 കിലോമീറ്റർ ദൂരത്തിൽ വനിതാ മതിൽ അണിനിരുന്നു. ചെറുതുരുത്തി മുതൽ പൊങ്ങം വരെയാണ് പെൺകരുത്തിന്റെ വൻമതിൽ ഉയർന്നത്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനുള്ള സമരത്തിന്റെ തുടക്കമാണ് വനിതാ മതിലെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് പറഞ്ഞു. വനിതാ മതിലിനോടനുബന്ധിച്ച് നടന്ന പൊതുയോഗം ചെറുതുരുത്തിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മേരി തോമസ്. തൃശൂർ ജില്ലാ അതിർത്തിയായ ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപത്ത് ആദ്യ കണ്ണിയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസും പാലക്കാട് ജില്ലയിലെ അവസാന കണ്ണിയായ മുൻ എംഎൽഎ സലീഖയുമായി കൈകോർത്തു. ഇവരോടൊപ്പം വള്ളത്തോളിന്റെ മകൾ വാസന്തി, പഞ്ചായത്ത് പ്രസിഡന്റ് P പത്മജ, പഞ്ചായത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ സിമ്പിൾ മാഗി തുടങ്ങിയവരും മറ്റ് വനിതാ സംഘടനാ നേതാക്കളും വനിതാ മതിൽ അണിചേർന്നു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ കേരള മഹിളാ സംഘം ചേലക്കര മണ്ഡലം സെക്രട്ടറി ശ്രീജ സത്യൻ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ മുതൽ അത്താണി രാജഗോപാൽ കമ്പനിപ്പടി വരെ വനിതാ മതിലിൽ മണ്ഡലത്തിലെ വനിതകൾ അണിനിരന്നു. ഉത്രാളിക്കാവ് മുതൽ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ വരെ ചാവക്കാട് മണ്ഡലത്തിലെ വനിതകളാണ് മതിലിൽ പങ്കെടുത്തത്. കൊടകരയിൽ ആയിരക്കണക്കിന് വനിതകൾ മതിലിൽ അണിനിരന്നു. ചാലക്കുടി, കൊടകര, ഇരിങ്ങാലക്കുട മേഖലകളിൽ നിന്നുള്ള വനിതകൾ നെല്ലായി മുതൽ പേരാമ്പ്ര വരെ ദേശീയപാതയോരത്താണ് വനിതാ മതിലിൽ അണിനിരുന്നത്. കൊടകര ഫ്ലൈ ഓവർ ജംഗ്ഷനിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം മഹിളാ സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജയ ഉദ്ഘാടനം ചെയ്തു.
കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. ആയിരങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ചാലക്കുടിയിലെ വനിതാ മതിൽ ചരിത്ര സംഭവമായി. പേരാമ്പ്ര മുതൽ ജില്ലാതിർത്തിയായ പൊങ്ങം വരെയായിരുന്നു ചാലക്കുടി മേഖലയിലെ വനിതകൾ അണിനിരുന്നത്. പൊങ്ങത്ത് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈൻ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് KR വിജയ ചാലക്കുടി ജംഗ്ഷനിലായിരുന്നു മതിലിൽ കണ്ണിയായത്. തുടർന്ന് സൗത്ത് ജംഗ്ഷനിൽ നടന്ന പൊതുയോഗവും അഡ്വക്കേറ്റ് KR വിജയ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ അധ്യക്ഷ ജയന്തി പ്രവീൺകുമാർ അധ്യക്ഷത വഹിച്ചു. വനിതാ മതിലിൽ പുതുക്കാട് മേഖലയിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ അണിനിരുന്നു. നവോത്ഥാന പ്രതിജ്ഞ ചൊല്ലിയാണ് സ്ത്രീകൾ വനിതാ മതിലിന്റെ ഭാഗമായി കൈകോർത്തത്. പുതുക്കാട് മണ്ഡലത്തിൽ നിന്നും 28,000 സ്ത്രീകൾ വനിതാ മതിലിൽ അണിചേർന്നു. തലോർ മുതൽ ഉളുമ്പത്തുകുന്ന് വരെയുള്ള 7.5 കിലോമീറ്റർ ദൂരത്തിലാണ് മണ്ഡലത്തിൽ നിന്നുള്ളവർ അണിചേർന്നത്. വനിതാ മതിലിന് ശേഷം പുതുക്കാട് നടന്ന പൊതുയോഗം കേരള മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി സ്വർണ്ണലത ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം സരിത രാജേഷ് അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോസ് TCV. വനിതാ മതിലിന് പിന്തുണയുമായി മന്ത്രിമാരും ജനപ്രതിനിധികളും ബിഷപ്പുമാരും തൃശൂരിലെത്തി. മന്ത്രിമാരായ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, പ്രൊഫസർ C രവീന്ദ്രനാഥ്, ബിഷപ്പുമാരായ മാർ ഔഗിൻ കുര്യാക്കോസ്, മാർ യോഹന്നാൻ യോസഫ്, മാർ മിലിത്തിയോസ്, CPM കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, മുൻ മന്ത്രി KP രാജേന്ദ്രൻ, സംവിധായകൻ പ്രിയ നന്ദനൻ തുടങ്ങി ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ നേതാക്കളും മത സാമുദായിക പ്രതിനിധികളും സാംസ്കാരിക പ്രവർത്തകരും വനിതാ മതിലിന് പിന്തുണയുമായി എത്തി. പുതുവത്സരത്തിലും പ്രളയ ദുരന്തത്തിന്റെ ഇരകളായി നിരവധി കുടുംബങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത്. ദേശമംഗലത്തുള്ള 2 ദുരിതാശ്വാസ ക്യാമ്പിലായി 24 കുടുംബങ്ങളാണ് ഇപ്പോഴും കഴിയുന്നത്. പ്രളയസമയത്ത് ദേശമംഗലം കൊറ്റമ്പത്തൂരിൽ ഉരുൾപൊട്ടലുണ്ടായതിനെ തുടർന്നാണ് ഈ കുടുംബങ്ങൾ ക്യാമ്പിലേക്ക് എത്തിയത്. ഇവർക്കാവശ്യമായ സൗകര്യങ്ങൾ കുറവാണെങ്കിലും ക്യാമ്പിൽ ഒത്തൊരുമയോടെയാണ് ഇവർ പുതുവത്സരത്തിലും കഴിഞ്ഞു പോരുന്നത്. പ്രളയ ദുരന്തത്തിൽ 4 യുവാക്കളാണ് മരണമടഞ്ഞത്. നിരവധി സഹായഹസ്തങ്ങൾ ഇവരെ തേടി എത്തിയിരുന്നു. മരിച്ച കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ ധനസഹായം നൽകിയിരുന്നു. കൂടാതെ പട്ടികജാതി വകുപ്പിന്റെ വക 5000 രൂപ വെച്ച് എല്ലാ കുടുംബങ്ങൾക്കും ലഭിച്ചിരുന്നു. പ്രളയത്തിലകപ്പെട്ട ജില്ലയിലെ മുഴുവൻ പട്ടികജാതി കുടുംബങ്ങൾക്കും 10,000 രൂപ നൽകി എന്ന് പറയുമ്പോഴും തങ്ങളുടെ ക്യാമ്പിൽ 7 കുടുംബങ്ങൾക്ക് മാത്രമേ ഈ സഹായം ലഭിച്ചിട്ടുള്ളൂ എന്ന് ക്യാമ്പിൽ കഴിയുന്നവർ പറയുന്നു. 128 പേരുണ്ടായിരുന്ന ക്യാമ്പിൽ ഇപ്പോൾ 78 പേർ മാത്രമാണുള്ളത്. ഇതിൽ തന്നെ 10 വിദ്യാർത്ഥികളും 8 കൈക്കുഞ്ഞുങ്ങളും ഉൾപ്പെടുന്നു. വീട് നഷ്ടപ്പെട്ട ഇവർക്ക് പലരും ഉദാരമായി വിട്ടു നൽകിയ ഭൂമിയിൽ സർക്കാരിന്റെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടെ വീട് നിർമ്മിച്ച് സ്വന്തമായി ജീവിതം നയിക്കുന്നത് സ്വപ്നം കണ്ട് കഴിയുകയാണിവർ. പുതുവർഷം തങ്ങളുടെ ദുരിതാശ്വാസ ക്യാമ്പിലെ അധിവാസവും പ്രളയത്തിന്റെ മുറിവുകളും പരിഹരിക്കുമെന്ന ശുഭപ്രതീക്ഷയോടെ. TCV ന്യൂസ്, ചെറുതുരുത്തി. കഴിഞ്ഞ ദിവസം അന്തരിച്ച CPM നേതാവും മുൻ MLAയുമായ സൈമൺ ബ്രിട്ടോയുടെ മൃതദേഹം സ്വദേശമായ എറണാകുളം വടുതലയിലേക്ക് കൊണ്ടുപോയി. തൃശൂർ ദയ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന ഭൗതിക ശരീരം സൈമൺ ബ്രിട്ടോയുടെ ബന്ധുക്കളും CPM നേതാക്കളും ചേർന്നാണ് എറണാകുളത്തേക്ക് കൊണ്ടുപോയത്. CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, മന്ത്രിമാരായ AC മൊയ്തീൻ, അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, പ്രൊഫസർ C രവീന്ദ്രനാഥ്, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, CPM കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ, സംസ്ഥാന കമ്മിറ്റി അംഗം P രാജീവ്, എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ, തൃശൂർ കോർപ്പറേഷൻ മുൻ മേയർമാരായ പ്രൊഫസർ R ബിന്ദു, അജിത ജയരാജൻ തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പേരാണ് സൈമൺ ബ്രിട്ടോയ്ക്ക് അന്ത്യോപചാരം അർപ്പിക്കാനായി തൃശൂർ ദയ ആശുപത്രിയിൽ എത്തിയത്. ബുധനാഴ്ച രാവിലെ 10 മുതൽ മൃതദേഹം എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറും. ഒരു രാഷ്ട്രീയ നേതാവിനുമപ്പുറം പൂരനാടിനോട് എന്നും സഹൃദയത്വം പുലർത്തിയ മികച്ച എഴുത്തുകാരനെയും സഞ്ചാരിയെയും നാടകപ്രേമിയെയും കൂടിയാണ് സൈമൺ ബ്രിട്ടോയുടെ വിയോഗത്തിലൂടെ നഷ്ടമായത്. അക്രമ രാഷ്ട്രീയത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായി വീൽചെയറിൽ ജീവിതം തള്ളി നീക്കുമ്പോഴും എഴുത്തും സഞ്ചാരവും നാടകവുമെല്ലാം സൈമൺ ബ്രിട്ടോയ്ക്ക് ആവേശമായിരുന്നു. അതിനുള്ള തെളിവാണ് അദ്ദേഹത്തിന്റെ ആദ്യ നോവലായ അഗ്രിഗ്രാമിക്ക് 2003 ലഭിച്ച അബുദാബി ശക്തി പുരസ്കാരം. 2006 സമഗ്ര സംഭാവനയ്ക്കുള്ള പാട്യം പുരസ്കാരവും സൈമൺ എന്ന എഴുത്തുകാരനെ തേടിയെത്തി. സ്ഥിരോത്സാഹിയായ എഴുത്തുകാരനിൽ മാത്രം സൈമൺ ബ്രിട്ടോ ഒതുങ്ങിയില്ല. വീൽചെയറുമായി സ്വന്തം അംബാസഡർ കാറിൽ അദ്ദേഹം സഞ്ചരിക്കാത്തതും കടന്നുപോകാത്തതുമായ സ്ഥലങ്ങൾ ഉണ്ടാവില്ല ഇന്ത്യയിൽ. ഓരോ യാത്രകളും അദ്ദേഹത്തിന് നൽകുന്ന ഊർജം ചെറുതല്ലായിരുന്നു. എഴുത്തും സഞ്ചാരവും കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് നാടകങ്ങൾ കാണാനായിരുന്നു. തൃശൂർ രംഗചേതനയുമായി അടുത്ത ബന്ധമുള്ള അദ്ദേഹം രംഗചേതനയുടെ വാരാന്ത്യ നാടകങ്ങൾ കാണാനും സമയം മാറ്റിവെച്ചിരുന്നു. രംഗചേതനയ്ക്കായി ഒരു നാടകം എഴുതി പൂർത്തിയാക്കി കൈമാറിയ ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ മടക്കം. എന്നാൽ നാടകത്തിന് പേരിടും മുൻപേ സൈമൺ ബ്രിട്ടോ അരങ്ങൊഴിഞ്ഞു.
സമകാലീന രാഷ്ട്രീയ അവസ്ഥയും അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതാനുഭവങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു രചനയായിട്ടാണ് ഈ നാടകത്തെ പേര് ഇട്ടിട്ടില്ലാത്ത ഈ നാടകകൃതി നിൽക്കുന്നത്. ഈ നാടകം എഴുതാൻ വേണ്ടി മാത്രം ഈ ദിവസങ്ങളിലെത്തിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ആ കൃതി കയ്യിൽ തന്ന അദ്ദേഹം ഒരു തിരുത്തലിന് പോലും നിൽക്കാതെ, ആദ്യാവതരണം കാണാൻ നിൽക്കാതെ നമ്മെ വിട്ടു പോയിരിക്കുകയാണ്. ദുഃഖകരമായൊരു അവസ്ഥയാണ്. കാലം പ്രണയത്തെ വസന്തോത്സവം മൂടിപ്പിക്കുന്ന സമതയുടെ കാലത്ത് ഞാൻ ജീവിതത്തിൻ്റെ പ്രാണവായു കാംക്ഷിച്ച് ഇവിടേക്ക് മടങ്ങി വരും എന്നതായിരുന്നു അദ്ദേഹം അവസാനമായി എഴുതിയ നാടകത്തിലെ ആദ്യ വരികൾ. ധീരമായ പോരാട്ടങ്ങൾക്ക് ജീവിതം തന്നെ സമർപ്പിച്ച ആ പോരാളിയുടെ വാക്കുകളെ നെഞ്ചോട് ചേർത്ത് ഊർജം വരിക്കുകയാണ് രംഗചേതന. അപ്പോഴും സ്വന്തം നാടകം അരങ്ങിലെത്തുന്നത് കാണാൻ സൈമൺ ബ്രിട്ടോ ഇല്ല എന്നത് നാടകലോകത്തിനും അദ്ദേഹത്തിന്റെ സൗഹൃദങ്ങൾക്ക് സഹയാത്രികരായവർക്കും തീരാൻ നഷ്ടമായി മാറുകയാണ്. TCV തൃശൂർ. കൂടുതൽ വാർത്തകൾ ഇടവേള കഴിഞ്ഞ്. ഹായ് ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഒന്ന് കണ്ണടയ്ക്ക്, തുറന്നോളൂ. എന്താ ഇതാണ് കോംബോ. കല്യാൺ സിൽക്സിന്റെ കോംബോ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ കോംബോ ഉത്സവം. നേടൂ 3 ലാഭം ഓരോ ഷോപ്പിംഗിലും ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹായ്, അവിടുത്തെ വിശേഷം പറയൂ. കണ്ണടയ്ക്ക്. ഇതിലും വലിയ കോംബോ ഓഫർ കല്യാൺ സിൽക്സ്. 35 വർഷത്തോളം കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് സൈമൺ ബ്രിട്ടോ നിറഞ്ഞു നിന്നു. ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ ഇരയായല്ല, മറിച്ച് കുത്തേറ്റുവിനിട്ടും തളരാത്ത പോരാട്ട വീര്യത്തിന്റെ മറുപേരായി. 1983 ഒക്ടോബർ 14 സൈമൺ ബ്രിട്ടോ എറണാകുളത്ത് ആക്രമിക്കപ്പെടുന്നത്. അന്ന് SFIയുടെ സംസ്ഥാന പ്രസിഡന്റും ലോ കോളേജ് വിദ്യാർത്ഥിയുമായിരുന്നു. മഹാരാജാസ് കോളേജിൽ നടന്ന സംഘർഷത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനെ തുടർന്നുണ്ടായ സംഘർഷമാണ് ബ്രിട്ടോയെ ജീവിതത്തിന്റെ പകുതിയിലേറെയും ചക്ര കസേരയിലാക്കിയത്. എന്നിട്ടും കുത്തിവീഴ്ത്തിയ കത്തിയേക്കാൾ മൂർച്ചയുള്ള ജീവിതം കൊണ്ട് ആ ചുവന്ന പൂവ് എല്ലാവരെയും വിസ്മയിപ്പിച്ചു. അസാമാന്യ ആത്മവിശ്വാസം കൈമുതലാക്കിയ സൈമൺ ബ്രിട്ടോയുടെ ജീവിതത്തിലേക്ക് സീന ഭാസ്കർ കടന്നുവന്നത് ഇതിനിടയിലാണ്. തീവ്രപ്രണയത്തിന്റെ അപൂർവ കാഴ്ചയായിരുന്നു ഇരുവരുടെയും ജീവിതം. ഈ സന്തോഷത്തിലേക്ക് ഒരു മകൾ കൂടി കടന്നുവന്നതോടെ ബ്രിട്ടോ കൂടുതൽ ഊർജ്ജസ്വലനായി. അവസാന നാളുകളിലും നാടകമെഴുത്തിന്റെ പണിപ്പുരയിൽ കർമ്മനിരതനായിരുന്നു ബ്രിട്ടോ. തൃശൂരിൽ സോലൈസ് സംഘടിപ്പിച്ച ഗസൽ സന്ധ്യയിലും സൈമൺ ബ്രിട്ടോയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഒടുവിൽ ഒരു ജീവിതം കൊണ്ട് അനേകായിരങ്ങൾക്ക് പ്രചോദനമായ ചുവന്ന പൂവ് ഇനി നിത്യതയിൽ ലയിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് TCV. പുതുക്കാട് ചെങ്ങാലൂർ LP സ്കൂളിനോട് ചേർന്നുള്ള ഓട്ടിസം പാർക്കിലൂടെ യാഥാർത്ഥ്യമായത് അന്തരിച്ച സൈമൺ ബ്രിട്ടോയുടെ ആശയം. 2007 പുതുക്കാട് MLA ആയിരുന്ന പ്രൊഫസർ C രവീന്ദ്രനാഥുമായുള്ള സൗഹൃദ സംഭാഷണത്തിനിടയിലാണ് ബ്രിട്ടോ ഈ കാര്യം പങ്കുവച്ചത്. മാനസികവും ശാരീരികവുമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ അവരുടെ സവിശേഷ ശേഷികൾ കണ്ടെത്തി സ്വയം പര്യാപ്തരാക്കി മാറ്റിയെടുക്കാൻ ഒരിടം എന്ന നിലയിൽ ഓട്ടിസം പാർക്കിന് വലിയ സ്വീകാര്യത ലഭിച്ചു. സ്ഥല സൗകര്യവും ഭൗതിക സാഹചര്യവും ഒരുക്കാമെന്ന രവീന്ദ്രനാഥിന്റെ ഉറപ്പ് ലഭിച്ചതോടെ ഫണ്ട് അനുവദിക്കാൻ ബ്രിട്ടോയും തയ്യാറായി. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി എന്ന നിലയിൽ നിയമസഭാ സാമാജികനായിരുന്ന ബ്രിട്ടോയ്ക്ക് സംസ്ഥാനത്തെവിടെയും ഫണ്ട് അനുവദിക്കാമായിരുന്നു. അങ്ങനെ 30 ലക്ഷം രൂപ ഓട്ടിസം പാർക്കിനായി ബ്രിട്ടോയുടെ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ചു. ഇരുവരും കാര്യം മന്ത്രി തോമസ് ഐസക്കിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ആശയത്തിൽ ആകൃഷ്ടനായ ധനമന്ത്രി ഓട്ടിസം പാർക്കിനായി സംസ്ഥാന ബജറ്റിൽ പ്രത്യേകമായി തുക വകയിരുത്തുകയായിരുന്നു. പദ്ധതി സർക്കാർ ഏറ്റെടുത്തതിൽ ഏറെ സന്തോഷവാനായിരുന്ന ബ്രിട്ടോ ഭാര്യ സീനയുമൊത്ത് ചെങ്ങാലൂർ LP സ്കൂൾ സന്ദർശിക്കുകയും ചെയ്തു. ഇന്ന് ജില്ലയിലെ വിവിധയിടങ്ങളിൽ നിന്നുള്ള 25ഓളം കുട്ടികൾക്ക് ആശ്രയമാണ് ചെങ്ങാലൂരിലെ ഓട്ടിസം പാർക്ക്. ഓട്ടിസം ബാധിതർക്ക് എങ്ങനെ ദൈനംദിന പ്രവർത്തികൾ കൃത്യമായി ചെയ്യാം എന്നതുൾപ്പെടെ തൊഴിലധിഷ്ഠിത പരിശീലനവും യോഗയും ഇവിടെ പരിശീലിപ്പിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ആദ്യത്തെ സർക്കാർ പദ്ധതിയായി നടപ്പാക്കിയ ഓട്ടിസം പാർക്കിലൂടെ സൈമൺ ബ്രിട്ടോ എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് പറഞ്ഞു. TCV ന്യൂസ്, പുതുക്കാട്. പുത്തൻ പ്രതീക്ഷകളുമായി എത്തിയ പുതുവർഷത്തെ ആഘോഷ തിമിർപ്പോടെയാണ് ലോകം വരവേറ്റത്. ജില്ലയിൽ വിവിധ ക്ലബ്ബുകളിലും ഷോപ്പിംഗ് മാളുകളിലും ഹോട്ടലുകളിലും പുതുവർഷ ആഘോഷ പരിപാടികൾ നടന്നു. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പുതുവർഷ ആഘോഷ പരിപാടികൾ നടന്നു. ആഘോഷങ്ങൾ അതിരുവിടാതിരിക്കാൻ ശക്തമായ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരുന്നത്. മദ്യപിച്ച് വാഹനമോടിച്ച
നിരവധി പേർ പോലീസ് പിടിയിലായി. 24 സ്റ്റേഷനുകളിലായി മദ്യപിച്ച് വാഹനമോടിച്ചതിന് 82 പേർക്കെതിരെയും പൊതുസ്ഥലത്ത് പരസ്യമായി മദ്യപിച്ച് ശല്യമുണ്ടാക്കിയതിന് 15 കേസുകളും അലക്ഷ്യമായും അപകടമുണ്ടാക്കും വിധം വാഹനമോടിച്ചതിന് 4 പേർക്കെതിരെയും കേസെടുത്തു. 353 പെറ്റി കേസുകളും എടുത്തു. 1,37,700 രൂപ പിഴയിനത്തിൽ ഈടാക്കി. പറപ്പൂക്കര ആലത്തൂരിൽ പുതുവത്സരാഘോഷത്തിനിടെ ഇരുവിഭാഗം തമ്മിലുണ്ടായ സംഘർഷത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ആലത്തൂർ വേലൻഗേറ്റ് കോളനിയിലാണ് അക്രമസംഭവങ്ങൾ അരങ്ങേറിയത്. വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞതിനെ തുടർന്ന് വീടിന് നാശനഷ്ടം സംഭവിച്ചു. സമീപത്തെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ തീവച്ച് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. തേരാട്ട് സതീശന്റെ വീടിന് നേരെയാണ് പെട്രോൾ ബോംബെറിഞ്ഞത്. സ്ഫോടനത്തിൽ വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. സംഭവത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. സമീപത്തുള്ള അപ്പോഴം വീട്ടിൽ കാഞ്ചനയുടെ വീട്ടിലെ ഓട്ടോറിക്ഷ തീവച്ച് നശിപ്പിച്ചു. കൊടകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കൊടുങ്ങല്ലൂരിൽ പുതുവത്സരാഘോഷത്തിന്റെ മറവിൽ സ്കൂളിന് നേരെ ആക്രമണം. ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പലൂർ MES ഹയർ സെക്കൻഡറി സ്കൂളിന് നേരെയാണ് ആക്രമണമുണ്ടായത്. സ്കൂളിന്റെ പ്രവേശന കവാടത്തിലെ സെക്യൂരിറ്റി റൂമിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്ത സാമൂഹ്യവിരുദ്ധർ പുൽത്തകിടിയും ചെടികളും നശിപ്പിച്ചു. സെക്യൂരിറ്റി ജീവനക്കാരൻ എത്തിയപ്പോഴേക്കും അക്രമികൾ രക്ഷപ്പെട്ടു. ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഹൈസ്കൂളിന്റെയും കവാടം സമുച്ചയമാണത്. ഇന്നലെ രാത്രി ഇവിടെ സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടുകയും ഈ സെക്യൂരിറ്റി ക്യാബിൻ തല്ലിപ്പൊളിക്കുകയും അതുപോലെ തന്നെ ഇവിടെ നിർമ്മിച്ചിരുന്ന ലാൻഡ്സ്കേപ്പും ചെടികളും എല്ലാം പിഴുതെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. രാത്രിയിൽ സെക്യൂരിറ്റി അകത്തായിരുന്നു. അദ്ദേഹം ഓടി വന്നപ്പോഴത്തേക്കും ഈ സാമൂഹ്യ വിരുദ്ധർ ഇരുട്ടിന്റെ മകളിലൂടെ ഓടി രക്ഷപ്പെടുന്ന കാഴ്ച അവിടെ കണ്ടു. മതിലകം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ആക്രമണം നടത്തിയവരെ ഉടൻ പിടികൂടണമെന്ന് സ്കൂൾ മാനേജ്മെന്റും PTAയും ആവശ്യപ്പെട്ടു. ചൊവ്വൂരിൽ മരക്കമ്പനിയിൽ വൻ തീപിടുത്തം. സെന്റ് ആന്റണീസ് കപ്പേളയ്ക്ക് സമീപം ചൊവ്വൂർ എലുവത്തിങ്കൽ ആന്റണിയുടെ ഉടമസ്ഥതയിലുള്ള മരക്കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത്. കമ്പനിയിലെ മര ഉരുപ്പടികളും യന്ത്രങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചു. കമ്പനിയിൽ നിന്ന് തീ ഉയരുന്നത് കണ്ട് സമീപവാസികളാണ് ഫയർഫോഴ്സിനെ വിവരമറിയിച്ചത്. തൃശൂർ സ്റ്റേഷൻ ഓഫീസർ AL ലാസറിന്റെ നേതൃത്വത്തിൽ പുതുക്കാട് നിന്നും ഇരിങ്ങാലക്കുടയിൽ നിന്നുമായി ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീയണച്ചത്. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മരക്കമ്പനിയുടെ സമീപത്തായി കൂട്ടിയിട്ടിരുന്ന തേക്കും വീട്ടിയും അടക്കമുള്ള മരങ്ങളിലേക്ക് തീ പടരാത്തതിനാൽ വൻ നാശനഷ്ടം ഒഴിവായി. തളിക്കുളം സ്നേഹതീരത്ത് കടലിൽ കുളിക്കുന്നതിനിടെ യുവാവ് തിരയിൽപ്പെട്ട് മരിച്ചു. കോഴിക്കോട് സ്വദേശി പുത്തൻപെടിക താഴേക്കുനിയിൽ മണികണ്ഠന്റെ മകൻ 29 വയസ്സുള്ള സായ്കുമാറാണ് മരിച്ചത്. ഇരിങ്ങാലക്കുടയിലെ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ഡ്രൈവറായ സായ്കുമാർ എടത്തിരിഞ്ഞി എടക്കുളത്ത് ഭാര്യ വീട്ടിലാണ് താമസം. ഗെയിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന കരാർ തൊഴിലാളികളായ 2 ബംഗാളികൾക്കൊപ്പമാണ് സായ്കുമാർ സ്നേഹതീരത്ത് എത്തിയത്. നീന്തൽ വശമില്ലാത്ത സായ്കുമാർ പോലീസ് ഔട്ട്പോസ്റ്റിന് സമീപം കടലിൽ ഇറങ്ങിയതിന് പിന്നാലെയാണ് അപകടം സംഭവിച്ചത്. തിരയിൽപ്പെട്ട് മുങ്ങിയ സായ്കുമാറിനെ ലൈഫ് ഗാർഡുമാർ ചേർന്ന് കരയ്ക്ക് കയറ്റി. ആക്സ് പ്രവർത്തകർ വലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കുന്നുകുളം വൈശ്ശേരിയിൽ വ്യാപാരിയെ ആക്രമിച്ച് പണം കവർന്ന് വിദേശത്തേക്ക് കടന്ന പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പഴുന്നാന സ്വദേശി വട്ടപ്പറമ്പിൽ ഷുഹൈബാണ് പിടിയിലായത്. വിദേശത്തേക്ക് കടന്ന പ്രതി നാട്ടിലേക്ക് വരുന്നതിനായി മുംബൈ എയർപോർട്ടിലെത്തിയപ്പോഴാണ് പിടിയിലായത്. 2017 ഒക്ടോബർ 10-ാം തീയതിയായിരുന്നു സംഭവം. കുന്നുകുളത്തെ വ്യാപാരിയായ പുലിക്കോട്ടിൽ ഗാരി വർഗീസിനെ രാത്രി സ്ഥാപനമടച്ച് പോകും വഴി ആക്രമിച്ച് ബാഗിലുണ്ടായിരുന്ന 6.5 ലക്ഷം രൂപ കവരുകയായിരുന്നു. സംഘത്തിലെ 4 പ്രതികളിൽ ഒരാളെ നേരത്തെ പിടികൂടിയിരുന്നു. മറ്റു പ്രതികൾ വിദേശത്തേക്ക് കടന്നിരുന്നു. ഗാരിയുടെ സ്ഥാപനത്തിലെ ജോലിക്കാരനായ റാഷിദ് ആയിരുന്നു കവർച്ച ആസൂത്രണം ചെയ്തത്. പ്രതികൾക്ക് വേണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. പ്രതിയെ കൊണ്ടുവരുന്നതിനായി കുന്നംകുളം പോലീസ് മുംബൈക്ക് തിരിച്ചു. ആക്ഷേപഹാസ്യത്തിന്റെ വർണ്ണങ്ങൾ ക്യാൻവാസിലേക്ക് പകർത്തി ഏവരെയും ചിന്തിപ്പിക്കുന്ന ചിത്രങ്ങളും ശില്പങ്ങളുമായി PG ദിനേശിന്റെ ഏകാംഗ കലാപ്രദർശനം പുലിവരയ്ക്ക് തുടക്കമായി. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഒരുക്കിയിരിക്കുന്ന പുലിവര കലാപ്രദർശനത്തിൽ PG ദിനേശിന്റെ 20ഓളം ചിത്രങ്ങളും 60-ലധികം ശില്പങ്ങളുമാണ് കാഴ്ചക്കാരെ അതിശയിപ്പിക്കാനായി കാത്തിരിക്കുന്നത്. തൃശൂർ ചൊവ്വൂർ സ്വദേശിയായ PG ദിനേശ് തന്റെ കലാസബരിയിൽ സമൂഹത്തിന് മുന്നിലേക്ക് നീട്ടുന്ന ചിരിയും ചിന്തയുമാണ് ഓരോ ചിത്രങ്ങളും. പുലിക്കളി, കുമ്മാട്ടി, പൂരം, പെരുന്നാൾ എന്നീ ആഘോഷങ്ങൾക്കൊപ്പം പ്രസിദ്ധമായ തൃശൂരിന്റെ നർമ്മബോധത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ദിനേശ് ഓരോ ചിത്രങ്ങളും വരച്ചിരിക്കുന്നത്. തൃശ്ശൂരിന് മാത്രമുള്ള കുറേ തമാശകളുണ്ട്. ആ തമാശകളെ ഒരു വിഷ്വൽ ആർട്സിൽ എങ്ങനെയാണ് അവതരിപ്പിക്കാൻ പറ്റുക? അത് പൊതുവേ നമ്മളൊരു നരേഷൻ രീതിയിലല്ല, അതൊരു പോപ്പ് സൊറിയലിസ്റ്റിക് രീതിയിലാണ് ഞാൻ ചിത്രം വരച്ചിട്ടുള്ളത്. വിപണി മൂല്യത്തെക്കുറിച്ചുള്ള പഴയ സങ്കല്പങ്ങളെയും പൊങ്ങച്ചത്തെയും രാഷ്ട്രീയ പൊള്ളത്തരത്തിന്റെ ഉച്ചഭാഷണികളെയും തൃശൂരിന്റെ തനതായ ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുന്ന ദിനേശിന്റെ ഓരോ ചിത്രങ്ങളും കാഴ്ചക്കാരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നതാണ്.
ആക്ഷേപഹാസ്യവും നർമ്മവും വിരോധാഭാസവും കാഴ്ചക്കാരന് ലളിതമായി തോന്നാമെങ്കിലും ശക്തവും പ്രകോപനപരവും ചിലപ്പോഴൊക്കെ ഞെട്ടിപ്പിക്കുന്നതുമാണ്. പൂച്ചയുടെയും തത്തയുടെയും പുലിയുടെയും തലയുള്ള പുരുഷന്മാരും മീശവച്ച പെൺകുട്ടികളും കൊറ്റിത്തലയും അരണ്യതലയുമുള്ള സ്ത്രീകളും ചിത്രപ്രദർശനത്തിൽ കാഴ്ചക്കാരെ ആകർഷിക്കും. തൃശൂർ ഫൈനാൻസ് കോളേജിൽ നിന്നും പെയിന്റിംഗിൽ 1ാം റാങ്കോടെ പാസ്സായ ദിനേഷിന്റെ പുലിവര കലാപ്രദർശനം ഉദ്ഘാടനം ചെയ്തത് കോളേജിലെ അധ്യാപകനായിരുന്ന KK ശശിയായിരുന്നു. ഈ മാസം 7 വരെ പ്രദർശനം തുടരും. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. നിങ്ങളിലെ രാജകുമാരിക്ക് ദ രാജമുഖി കളക്ഷൻ ബൈ ജോസ് ആലുക്കാസ്. വാർത്തകളിലേക്ക്. കൊരട്ടിയിൽ പുതുവത്സരാഘോഷത്തിനെത്തിയ യുവാവ് ട്രെയിനിടിച്ച് മരിച്ചു. വടമ മംഗലക്കര വീട്ടിൽ ജയന്റെ മകൻ 20 വയസ്സുള്ള ശ്രീകാന്താണ് മരിച്ചത്. ശ്രീകാന്തും സുഹൃത്തുക്കളും റെയിൽവേ ട്രാക്കിനടുത്തിരിക്കുന്നതിനിടെ ട്രെയിൻ വരുന്നതറിയാതെ ശ്രീകാന്ത് മുന്നോട്ട് ആഞ്ഞതാണ് അപകടത്തിനിടയാക്കിയതെന്ന് പോലീസ് പറഞ്ഞു. റെയിൽവേ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. പുതുവർഷ പുലരിയിൽ യുവതിക്ക് ആംബുലൻസിൽ സുഖപ്രസവം. ഉത്തരേന്ത്യൻ സ്വദേശി ആകാശിന്റെ ഭാര്യ കല്ലൂർ ഭരത പള്ളിവളപ്പിൽ ഉണ്ണിയാർച്ചയാണ് ആംബുലൻസിൽ ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. ചൊവ്വാഴ്ച രാവിലെ 6 മണിയോടെ പ്രസവവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഭർത്താവിനോടൊപ്പം ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. വഴിമധ്യേ വേദന കൂടിയതിനെ തുടർന്ന് നായരങ്ങാടിയിലുള്ള സൗഹൃദ യുവസംഗമത്തിന്റെ ആംബുലൻസിലേക്ക് മാറ്റി. ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തും മുൻപ് യുവതി പ്രസവിച്ചു. ആശുപത്രിയിൽ എത്തിച്ച യുവതിയും കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. നിർമ്മാണ തൊഴിലാളിയായ ആകാശ് ഉണ്ണിയാർച്ച ദമ്പതികളുടെ 3ാമത്തെ കുട്ടിയാണ് പുതുവർഷ പുലരിയിൽ ജനിച്ചത്. ജീവിച്ചിരുന്നുവെങ്കിൽ കലാഭവൻ മണി വനിതാ മതിലിന്റെ സംഘാടകനായി തങ്ങളോടൊപ്പം ഉണ്ടാകുമായിരുന്നുവെന്ന് കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ. കലാഭവൻ മണിയുടെ 48ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സുഹൃത്തുക്കളുടെ കൂട്ടായ്മയായ കാസ്കറ്റ് ക്ലബ് പോട്ടയിലൊരുക്കിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പാവപ്പെട്ടവനെയും സ്നേഹിക്കാൻ കഴിഞ്ഞുവെന്നതാണ് മണിയുടെ പ്രത്യേകത. അതുകൊണ്ടുതന്നെ ആ മഹാനടനെ എല്ലാ വിഭാഗവും ഒരുപോലെ നെഞ്ചിലേറ്റി. മരിച്ച ശേഷം മണി മണ്ണിലേക്ക് മടങ്ങിയില്ല. പകരം മനുഷ്യ മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടുകയായിരുന്നു. മലയാളികളുടെ മനസ്സുകളിൽ ഇത്രയേറെ ആഴത്തിൽ ഇടം നേടിയ മറ്റ് സിനിമാ താരങ്ങളുണ്ടോയെന്ന് സംശയമാണെന്നും VS സുനിൽകുമാർ പറഞ്ഞു. എല്ലാവരെയും സ്നേഹിക്കുകയും തനിക്ക് കഴിയാവുന്ന സഹായങ്ങൾ തന്റെ സഹജീവികളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത ഒരു നല്ല മനുഷ്യൻ, നമ്മുടെ എല്ലാ സുഹൃത്തായിരുന്നു. അതുകൊണ്ടാണ് കലാഭവൻ മണി ഈ നാട്ടിലെ സാധാരണ തൊഴിലാളികൾ മുതൽ ഉന്നത ശ്രേണിയിലുള്ളവർ ആളുകൾ വരെ മണിയെ ഇഷ്ടപ്പെടാൻ കാരണം മണിയുടെ ഈ മഹാത്മ്യമാണ്. കേക്ക് മുറിച്ചാണ് മന്ത്രി ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്തത്. വിധവയായ സനുഷയ്ക്കായി ക്ലബ്ബ് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനവും അദ്ദേഹം നിർവഹിച്ചു. 2 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായ വിതരണവും ചടങ്ങിൽ നടന്നു. നിർധനരായവർക്കുള്ള കിറ്റ് വിതരണവും ഒരുക്കിയിരുന്നു. BD ദേവസി MLA അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ ജയന്തി പ്രവീൺകുമാർ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ PM ശ്രീധരൻ, സിനിമാ താരങ്ങളായ ഹരിശ്രീ അശോകൻ, കലാഭവൻ ഷാജോൺ, കോട്ടയം നസീർ, ജാഫർ ഇടുക്കി, ക്ലബ് പ്രസിഡന്റ് CS സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, ചാലക്കുടി. ജീവിതത്തിന് മധുരം പകരാൻ കടൽ കടന്നെത്തിയ അമൃതവള്ളിക്ക് നാട്ടിൽ പ്രചാരമേറുന്നു. പ്രമേഹത്തിന് പ്രകൃതിദത്തമായ പരിഹാരം എന്ന നിലയിലാണ് അമൃതവള്ളി അറിയപ്പെടുന്നത്. ടിനോസ്പോറ ക്രിസ്പ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന അമൃതവള്ളി ചിറ്റമൃതിന്റെ ഇനത്തിലുള്ളതാണ്. പ്രമേഹ രോഗികൾ ഏറെയുള്ള സംസ്ഥാനത്ത് അമൃതവള്ളിയെക്കുറിച്ച് കാര്യമായ അറിവില്ലെന്നതാണ് വസ്തുത. കഴിഞ്ഞ ദിവസം തൃശൂരിൽ നടന്ന വൈഗയിൽ അമൃതവള്ളി പ്രദർശിപ്പിച്ചിരുന്നു. പ്രമേഹമുള്ളവർ ദിവസത്തിൽ 2 നേരം ഉപയോഗിക്കണമെന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. 2009 പ്രമേഹത്തിന്റെ അളവ് ഭക്ഷണത്തിനു മുൻപ് 350 ഉണ്ടായിരുന്ന പുത്തൻചിറ സ്വദേശി വെളുത്തേടത്ത് യൂസഫാണ് മാള മേഖലയിൽ അമൃതവള്ളിയുടെ പ്രചാരകൻ. യാതൊരു മരുന്നും കഴിക്കാതെ അമൃതവള്ളി മാത്രം ഉപയോഗിച്ച് പ്രമേഹത്തിന്റെ അളവ് 100-ൽ താഴെ എത്തിച്ചതായി യൂസഫ് പറയുന്നു. ഞാനിത് കഴിക്കുന്നത് 1 ഇഞ്ച് നീളത്തിൽ മുറിച്ചെടുത്തിട്ട് 1 കഷ്ണം ചതച്ച് പച്ചവെള്ളത്തിൽ ഇട്ട് വെക്കും. രാത്രി ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ വെറും വയറ്റിൽ അത് കുടിക്കും. അപ്പം തന്നെ വീണ്ടും 1 ഇഞ്ച് നീളത്തിലൊരു കഷ്ണം ചതച്ച് വീണ്ടും വെള്ളത്തിലിട്ട് വെക്കും. അത് രാത്രി കുടിക്കും. ഇതാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് 333 ഫാസ്റ്റിംഗ് ഷുഗർ ഉണ്ടായിരുന്നതാണ്. ഇപ്പം എനിക്ക് നോർമലാണ്. അമൃതവള്ളി 1 ഇഞ്ച് നീളത്തിലെടുത്ത് ചതച്ച് 1 ഗ്ലാസ് പച്ചവെള്ളത്തിൽ രാത്രി ഇട്ടുവെച്ച്
8 മണിക്കൂറിനു ശേഷം രാവിലെ വെറും വയറ്റിൽ കഴിക്കുമായിരുന്നുവെന്ന് യൂസഫ് പറഞ്ഞു. അമൃതവള്ളിയുടെ കേരളത്തിലെ പ്രചാരകനായ കണ്ണൂർ സ്വദേശി സുധാകരനിൽ നിന്നാണ് 2014 ചെറിയ വള്ളി വാങ്ങി നട്ടുപിടിപ്പിച്ചത്. ഇപ്പോൾ വീടിനോട് ചേർന്ന് നിരവധിയിടങ്ങളിലാണ് ഈ കാട്ടുചെടി വളർന്നിരിക്കുന്നത്. അമൃതവള്ളി ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്കിടെ പരിശോധന നടത്തിയില്ലെങ്കിൽ പ്രമേഹം ക്രമാതീതമായി കുറഞ്ഞേക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. മലേഷ്യ, വിയറ്റ്നാം, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, ശ്രീലങ്ക, ഇന്തോനേഷ്യ, ഹോങ്കോങ്, ചൈന എന്നീ രാജ്യങ്ങളിലാണ് ഏറെ പ്രചാരമുള്ളത്. 2008 തായ്ലൻഡ് സർവകലാശാല 2 പേർക്ക് അമൃതവള്ളി പേറ്റന്റ് നൽകിയിട്ടുണ്ട്. പരമ്പരാഗത കാട്ടുചെടിയായാണ് അമൃതവള്ളി അറിയപ്പെടുന്നത്. വള്ളിയായി പടർന്നു കയറുന്ന ഈ കാട്ടുചെടി സാധാരണ നിലയിൽ 1 വർഷത്തെ വളർച്ചയെത്തുമ്പോൾ വള്ളി മുറിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ടൈപ്പ് 2 പ്രമേഹം നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് ഈ കാട്ടുചെടിയെ പൊതുവെ സ്വീകാര്യനാക്കിയത്. പ്രത്യേക പരിചരണം കൂടാതെ വളരെ പെട്ടെന്ന് വളർന്നു പടരുന്ന ഈ കാട്ടുചെടി നാട്ടിൽ അപൂർവമായി മാത്രമേ കാണാറുള്ളൂ. TCV, മാള. കാറളം വെള്ളാനിയിൽ CPM പ്രവർത്തകന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ കത്തി നശിച്ച നിലയിൽ കണ്ടെത്തി. CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ കുറ്റിക്കാടൻ വീട്ടിൽ മനോജിന്റെ ഓട്ടോറിക്ഷയാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. കാട്ടൂർ പോലീസ് കേസെടുത്തു. പത്മനാഭനെ തേടി സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം വീണ്ടും. കാർഷിക മേഖലയിൽ നൂതന പരീക്ഷണങ്ങൾ നടത്തി കൃഷിയെ പരിപോഷിക്കുന്നവർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന മികച്ച കർഷക അവാർഡാണ് കടങ്ങോട് വടക്കേക്കര വീട്ടിൽ പത്മനാഭന് ലഭിച്ചത്. തൃശൂരിൽ നടന്ന വൈഗ കാർഷിക മേളയിൽ വെച്ച് മന്ത്രിമാരായ VS സുനിൽകുമാർ, തോമസ് ഐസക് എന്നിവർ ചേർന്ന് പുരസ്കാരം കൈമാറി. കാർഷിക മേഖലയിൽ 20 വർഷത്തെ പരിജ്ഞാനമുള്ള പത്മനാഭന് ഇതിനു മുൻപും കർഷകശ്രീ, ആത്മ ഉൾപ്പെടെയുള്ള നിരവധി അവാർഡുകളും അംഗീകാരവും ലഭിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ മികച്ച കർഷകനുള്ള അവാർഡും കരസ്ഥമാക്കിയിട്ടുണ്ട്. കാർഷിക മേഖലയിൽ നടത്തുന്ന പരീക്ഷണങ്ങളാണ് പത്മനാഭനെ വ്യത്യസ്തനാക്കുന്നത്. പത്മനാഭന്റെ പുതിയ കൃഷിരീതികളെക്കുറിച്ച് പഠിക്കാൻ കാർഷിക സർവകലാശാലയിൽ നിന്ന് ഗവേഷണ വിദ്യാർത്ഥികൾ എത്താറുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. 180 പ്ലാവും അതിൻ്റെ മുകളിൽ കുരുമുളക്, പിന്നെ 100 ആട്, അങ്ങനെയാണ് നമ്മുടെ ഒരു പ്ലാനിങ്. ഒരു 20 കൊല്ലം മുമ്പേ നമ്മൾ പ്ലാനിങ് കണ്ടുകൊണ്ടാണ് ഇത് ചെയ്തത്. പക്ഷെ അത് വളരെ വിജയകരമായിട്ട് വന്നിട്ടുണ്ട്. നാടൻ മറ്റേ ഇഞ്ചി കൃഷിയുണ്ട്, മറ്റുള്ള എല്ലാ വിളകളും ഇതിൽ നിന്ന് ഇടവേളയായിട്ട് നമ്മൾ എടുക്കാറുണ്ട്. പണ്ട് മഞ്ഞൾ കൃഷിയായിരുന്നു. വാഴ, ചേന, പച്ചമുളക്, വിവിധ പച്ചക്കറി, കവുങ്ങ്, തെങ്ങ്, കുരുമുളക് തുടങ്ങിയ കൃഷികൾക്ക് പുറമെ ഫലവൃക്ഷങ്ങളിലും പത്മനാഭൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. 30 സെന്റ് സ്ഥലത്ത് 180 പ്ലാവുകളും 20 സെന്റ് സ്ഥലത്ത് 40 മാവുകളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു കുഴിയിൽ 2 വാഴയെന്ന പരീക്ഷണം വിജയമായി എന്ന് പത്മനാഭൻ പറയുന്നു. ജലസേചനത്തിനായി കൃഷിയിടങ്ങളിൽ കുളം നിർമ്മിച്ച് മത്സ്യകൃഷിയും ചെയ്യുന്നുണ്ട്. സഹായം ആവശ്യപ്പെടുന്നവർക്ക് പുതിയ കൃഷിരീതികൾ പരിചയപ്പെടുത്താനും പ്രാവർത്തികമാക്കാനും പത്മനാഭൻ സഹായിക്കുന്നുണ്ട്. ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുസൃതമായി മണ്ണറിഞ്ഞ് കൃഷി ഇറക്കുന്നതിനാൽ പത്മനാഭന് കാർഷിക വൃത്തി നേട്ടങ്ങൾ മാത്രമാണ് സമ്മാനിച്ചിട്ടുള്ളത്. TCV ന്യൂസ്, എരുമപ്പെട്ടി. ഒറ്റ ഫോൺ കോളിൽ 72 ജീവനക്കാർ പുറത്ത്. മുസ്രീസ് പൈതൃക പദ്ധതിയിൽ കൂട്ട പിരിച്ചുവിടൽ. അധികൃതരുടെ നടപടിക്കെതിരെ പ്രതിഷേധ മതിലുമായി തൊഴിലാളികൾ. മുസ്രീസ് പൈതൃക പദ്ധതിയുടെ കീഴിൽ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു വന്നിരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളെയാണ് മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടത്. 5 വർഷമായി ജോലി ചെയ്തു വന്നിരുന്ന തൊഴിലാളികളെ പിരിച്ചുവിട്ടതായി ഫോൺ മുഖേനയാണ് അറിയിപ്പുണ്ടായത്. UDF സർക്കാരിന്റെ കാലത്താണ് ഈ തൊഴിലാളികളെ പൈതൃക പദ്ധതിയിൽ നിയമിച്ചത്. എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനം മുഖേന കരാർ അടിസ്ഥാനത്തിലാണ് ഇവരെ നിയമിച്ചത്. സ്ഥാപനവുമായുള്ള കരാർ റദ്ദാക്കുകയും CPM നേതാക്കൾ നിയന്ത്രിക്കുന്ന സഹകരണ സംഘത്തിന് തൊഴിലാളികളെ നൽകാനുള്ള കരാർ നൽകുകയുമായിരുന്നുവെന്ന് പിരിച്ചുവിടപ്പെട്ടവർ പറയുന്നു. പിരിച്ചുവിടലിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലാണെന്നാരോപിച്ച് തൊഴിലാളികൾ മുസ്രീസ് പൈതൃക പദ്ധതി ഓഫീസിനു മുന്നിൽ പ്രതിഷേധ മതിൽ തീർത്തു. മുൻ MP KP ധനപാലൻ പ്രതിഷേധ മതിൽ ഉദ്ഘാടനം ചെയ്തു. KP സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ VM ജോണി, കവിത മധു, KK ചിത്രഭാനു, PU സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഒരു ഇടവേള കൂടി. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും.
New Cable Point, Shankarayar Junction, MG Road, Thrissur. വാർത്തകളിലേക്ക്. തൊട്ടിപ്പാൽ മുളങ്ങിൽ വഴിയോരത്ത് നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസിന്റെ ചില്ലുകൾ സാമൂഹ്യ വിരുദ്ധർ തകർത്തു. മുളങ്ങ് തൃശൂർ റൂട്ടിലോടുന്ന ശ്രീകൃഷ്ണ ബസിന്റെ ചില്ലുകളാണ് തകർത്തത്. പുതുക്കാട് പോലീസിൽ പരാതി നൽകി. മമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ 11 ദിവസം നീണ്ടുനിൽക്കുന്ന മഹാരുദ്രയജ്ഞത്തിന് തുടക്കമായി. ക്ഷേത്രം നടപ്പുരയിൽ പ്രത്യേകം സജ്ജമാക്കിയ യജ്ഞമണ്ഡപത്തിൽ മഹാരുദ്രയജ്ഞത്തിന് ക്ഷേത്രം തന്ത്രി ചേനാസ് നാരായണ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കേരളത്തിലെ പ്രമുഖ വേദപണ്ഡിതർ 11 വെള്ളിക്കലശങ്ങളിൽ പാൽ, തൈര്, അഷ്ടഗന്ധജലം, ഇളനീർ, ചെറുനാരങ്ങനീർ, കരിമ്പിനീർ, എണ്ണ, തേൻ, നെയ്യ്, പഞ്ചഗവ്യം, പഞ്ചാമൃതം തുടങ്ങിയ ദ്രവ്യങ്ങൾ നിറച്ച് ശ്രീരുദ്ര മന്ത്രത്താൽ ചൈതന്യത്തെ ജീവകലശങ്ങളിലേക്ക് ആവാഹിച്ച് ഉഷപൂജയ്ക്ക് ശേഷം ജീവകലശങ്ങൾ മഹാദേവന് അഭിഷേകം ചെയ്തു. മഹാരുദ്രത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിനും ഉപദേവന്മാരായ ഗണപതി, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ, ഭഗവതി എന്നിവർക്ക് നവകാഭിഷേകവും നാഗക്കാവിൽ നാഗങ്ങൾക്ക് പ്രത്യേക സർപ്പബലി, നാഗപ്പാട്ട് എന്നിവയും നടത്തി. മഹാരുദ്രയജ്ഞത്തോടനുബന്ധിച്ച് നടരാജമണ്ഡപത്തിൽ കലാപരിപാടികളുടെ ഉദ്ഘാടനം ക്ഷേത്രം തന്ത്രി ചേനാസ് നാരായണൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. തുടർന്ന് ഗുരുവായൂർ ശശിമാരാരും സംഘവും അവതരിപ്പിച്ച കേളി അരങ്ങേറി. എൽ ഗിരീഷ് കുമാറിന്റെ ഭക്തിപ്രഭാഷണം, പാണിവാദന രത്നം പ്രൊഫസർ കലാമണ്ഡലം ഈശ്വരനുണ്ണിയുടെ പാടകം എന്നിവയും നടന്നു. വൈകിട്ട് ഗുരുവായൂർ മുരളിയുടെ നാദസ്വര കച്ചേരിയും തുടർന്ന് കൽപ്പാത്തി ബാലകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച തായമ്പകയും അരങ്ങേറി. ബുധനാഴ്ച രാവിലെ മുതൽ ശ്രീരുദ്രജപം, കലശപൂജ, ഹോമം, നാഗപ്പാട്ട്, കലശാഭിഷേകം, സർപ്പബലി എന്നിവ നടക്കും. രാവിലെ മുതൽ ഭക്തിപ്രഭാഷണവും പാടകവും വൈകിട്ട് സുചിത്ര വിശ്വേശ്വരന്റെ മോഹിനിയാട്ടവും അരങ്ങേറും. മഹാരുദ്രയജ്ഞം ജനുവരി 11 സമാപിക്കും. TCV ന്യൂസ്, ഗുരുവായൂർ. വീട്ടിൽ ചാരായം മാറ്റിയ കേസിലെ പ്രതിക്ക് 1 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ. ചേലക്കര എഴരക്കുന്ന് കോളനിയിൽ താമസിക്കുന്ന പൂളക്കേൽ കുമാരനെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ജഡ്ജി KN ഹരികുമാർ ശിക്ഷിച്ചത്. പിഴ അടയ്ക്കാത്ത പക്ഷം 1 വർഷം കൂടി തടവ് അനുഭവിക്കണം. 2015 ജൂൺ 2 കേസിനാസ്പദമായ സംഭവം. കേരള ചരിത്രത്തിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണെന്ന് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ. കേരളവർമ്മ കോളേജിന് MLAയുടെ പ്രത്യേക ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 15 കമ്പ്യൂട്ടറുകളുടെ വിതരണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജാതി, മത, വർഗീയ പ്രസ്ഥാനങ്ങൾ സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് എതിരാണെന്നും ഇവരാണ് വനിതാ മതിലിന് എതിരായി രംഗത്ത് വന്നിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പ്രിൻസിപ്പൽ ഡോക്ടർ K കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രൊഫസർ CM മധു, പ്രൊഫസർ R ബിന്ദു, സീനിയർ സൂപ്രണ്ട് K ഗോപാലകൃഷ്ണൻ, കോളേജ് യൂണിയൻ ചെയർമാൻ VS യദുകൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. മുറ്റിച്ചൂർ ALP സ്കൂളിന് സമീപം ശ്രീരാമൻ ചെറിയുടെ കൽവർട്ടിൽ കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ മുറ്റിച്ചൂർ പടിയം സ്വദേശികളായ തണ്ടേക്കൽ മിഥുൻ, വാലപ്പറമ്പിൽ സുബിൻ, മരുതായിൽ സുധീഷ്, തണ്ടേക്കൽ ഡിവിൻ, തണ്ടേക്കൽ ശ്രീകാന്ത് എന്നിവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാർ വെട്ടിപ്പൊളിച്ചാണ് 5 പേരെ പുറത്തെടുത്തത്. നിയന്ത്രണം വിട്ട കാർ കൽവർട്ടിൽ ഇടിച്ച് സമീപത്തെ പറമ്പിലേക്ക് മറിയുകയായിരുന്നു. വാണിജ്യം. സ്ത്രീകളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുപരിവേഷം ചാർത്തി വിജീസ് മേക്ക് ഓവർ സ്റ്റുഡിയോ മുണ്ടൂർ പുറ്റേക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ കുന്നംകുളം റോഡിൽ പുറ്റേക്കരയിൽ പ്രവർത്തനം ആരംഭിച്ച വിജീസ് മേക്ക് ഓവർ സ്റ്റുഡിയോ അമ്മമാർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. വിജീസ് മേക്ക് ഓവർ സ്റ്റുഡിയോ CEO വിജിഷ മധു, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ലേഡീസ് ഡിസൈനർ വെയറുകളുടെ ഏറ്റവും മികച്ച സെലക്ഷനും മികച്ച രീതിയിലുള്ള സ്റ്റിച്ചിങ്ങുമാണ് വിജീസ് മേക്ക് ഓവർ സ്റ്റുഡിയോയിൽ ഒരുക്കിയിരിക്കുന്നത്. സ്പെഷ്യൽ ഡിസൈനർ സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ്, ഡിസൈനർ ചുരിദാർ, കുർത്തീസ്, ലെഹങ്കാസ് തുടങ്ങി എല്ലാത്തരം ലേഡീസ് വെയറുകളുടെയും ഏറ്റവും മികച്ച കളക്ഷനുകൾ യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ഉപഭോക്താക്കളുടെ ഇഷ്ടാനുസരണം ഡിസൈനിങ്ങും സ്റ്റിച്ചിങ്ങും വിജീസ് മേക്ക് ഓവർ സ്റ്റുഡിയോയിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും ബ്രൈഡൽ വെയറുകൾ മനോഹരമായി ഡിസൈൻ ചെയ്തു നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 6235353547. സ്ത്രീകളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് നിറച്ചാർത്തേകാൻ ഗാർഗി ഡിസൈനർ ടൈലേഴ്സിന്റെ 5ാമത് ഔട്ട്ലെറ്റ് ഗാർഗി ഫാസിനോ ബോട്ടിക് ഡയമണ്ട് തൃശൂർ കിഴക്കേക്കോട്ടയിലെ സെലക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചു. പുതുവർഷ സായാഹ്നത്തിൽ സെലക്സ് മാളിൽ നടന്ന വർണ്ണശബളമായ ചടങ്ങിൽ മിസ് ആൻഡ് മിസിസ് ഇന്റർനാഷണൽ ഇഷ ഫർഹ ഖുറൈഷി ഗാർഗി ഫാസിനോ ബൊട്ടിക് ഡയമണ്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രമുഖ ചാരിറ്റബിൾ ട്രസ്റ്റായ സൊലീസിന് ഗാർഗി ഫാസിനോ ബൊട്ടിക് സമ്മാനിക്കുന്ന ആംബുലൻസിന്റെ താക്കോൽദാനം തൃശൂർ ACP VK രാജുവും കോർപ്പറേഷൻ കൌൺസിലർ ജോർജ് ചാണ്ടിയും ചേർന്ന് നിർവഹിച്ചു. ഗാർഗി ബുട്ടീക്കിന്റെ ട്രെൻഡി കളക്ഷനായ ഗാർഗി ലെഹങ്ക, ബ്രൈഡൽ വെസ്റ്റേൺ തുടങ്ങിയ സ്പെഷ്യൽ ഗാർഗി വെയേഴ്സിന്റെ ഡിസ്പ്ലേയിൽ
ബിഗ് ബോസ് ഫെയിം ഷിയാസ് കരീം മോഡലുകളോടൊപ്പം അണിനിരന്നു. ഗാർഗി ബേബി ഫ്രോക്കുകൾ അണിഞ്ഞ 23 കൊച്ചു സുന്ദരികളുടെ ഗാർഗി ബേബി കൗച്ചേഴ്സിന്റെ ഉദ്ഘാടനം ഉപ്പും മുളകും ഫെയിം ബേബി ശിവാനി നിർവഹിച്ചു. 2017 ബെസ്റ്റ് എന്റർപ്രണർ അവാർഡ് നേടിയ ഗാർഗി ബൊട്ടിക് മാനേജിംഗ് ഡയറക്ടർ പ്രിൻസി ഷാജി സന്നിഹിതയായിരുന്നു. ഗാർഗി ബേബി ക്വീനായി കാതറീനും ഗാർഗി ക്വീനായി ശ്വേത ജിൽസനും ഇഷ ഖുറൈഷി കിരീടധാരണം നടത്തി. വീണ്ടും പ്രധാന വാർത്തകൾ. നവോത്ഥാന മൂല്യം സംരക്ഷിക്കണമെന്ന പ്രഖ്യാപനവുമായി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്ന വനിതാ മതിൽ സാംസ്കാരിക കേരളത്തിന്റെ പെൺകരുത്ത് വിളിച്ചോതുന്നതായി. ജില്ലയിൽ വനിതാ മതിൽ അണിനിരുന്നത് 73 കിലോമീറ്റർ. പുതുവത്സരത്തിലും പ്രളയത്തിന്റെ ഇരകളായി ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത് നിരവധി കുടുംബങ്ങൾ. പ്രഖ്യാപിച്ച സഹായധനം കിട്ടാതെ ദുരിതബാധിതർ. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ MLA സൈമൺ ബ്രിട്ടോയ്ക്ക് സാംസ്കാരിക നഗരിയുടെ അന്ത്യാഞ്ജലി. ഭൗതിക ശരീരം ബുധനാഴ്ച എറണാകുളത്ത് പൊതുദർശനത്തിന് വയ്ക്കും. പുതുവർഷാഘോഷത്തിനിടെ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട അക്രമങ്ങൾ. പറപ്പൂക്കര ആലത്തൂരിൽ ഇരുവിഭാഗം തമ്മിലുണ്ടായ സംഘർഷത്തിൽ 3 പേർക്ക് പരിക്ക്. കൊടുങ്ങല്ലൂരിൽ സ്കൂളിന് നേരെ ആക്രമണം. ചൊവ്വൂരിൽ മരക്കമ്പനിയിൽ വൻ തീപിടുത്തം. മര ഉരുപ്പടികളും യന്ത്രങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചു. 10 ലക്ഷം രൂപയുടെ നഷ്ടം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കൂ. നമസ്കാരം.